ഹായ് ഫ്രണ്ട്സ്, ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാവർക്കും വികാരമായി കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ ജീരകശാല ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പര്യായം ദിണ്ടുക്കൽ തലപ്പക്കട്ട് ബിരിയാണി തന്നെയാണ്. അപ്പോൾ അതേ ബിരിയാണി തന്നെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ജീരകശാല അരി വെച്ചിട്ടല്ല ചെയ്യുന്നത്. എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന ഒരു റൈസ് കൈമ തന്നെയാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ബിരിയാണി തയ്യാറാക്കുന്നതും. എന്നാൽ ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒട്ടും തന്നെ തക്കാളി ചേർക്കുന്നില്ല. തക്കാളി ചേർക്കാണ്ട് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാം അത് കാണാനായിട്ട് വരൂ, നമുക്ക് വേഗം എങ്ങനെയാണ് റെസിപ്പി ചെയ്യാൻ നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ഓളും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പീസ് നിങ്ങൾക്കൊന്ന് ചേരും. ആദ്യം നമുക്ക് ഈ ബിരിയാണി ഒന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അരി ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിലേക്ക് ഞാൻ കൈമ റൈസാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജീരകശാല അരി ഉണ്ടെങ്കിൽ അതായാലും ഉപയോഗിക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ഈ ബിരിയാണിക്ക്. അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് കൈമ റൈസ് ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ബസ്മതി അരി ഒന്നും ഉപയോഗിക്കില്ല, കാരണം അത് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഒരു ബിരിയാണിയിലേക്ക് ഇടുന്ന സ്പൈസസ് വലിച്ചെടുക്കാനുള്ള കഴിവ് ഇത്തരം റൈസുകൾക്കാണ്, അതായത് കൈമ റൈസ് അല്ലെങ്കിൽ ജീരകശാല. ഇനിയിപ്പോൾ ഞാനിവിടെ 2 കപ്പ് കൈമ റൈസിലാണ് ഈ ബിരിയാണി തയ്യാറാക്കി കാണിക്കുന്നത്. ഇനി ഗ്രാം കണക്കിൽ പറയുവാണെങ്കിൽ ഏകദേശം ഒരു 400 ഗ്രാം ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം, അതായത് നമ്മുടെ അരി മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 20 മിനിറ്റ് എങ്കിലും മാറ്റി വെക്കാം. 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ അരിയെല്ലാം പാകത്തിന് കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം നല്ലപോലെ പച്ചവെള്ളത്തിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുകയും വേണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട സ്പൈസസ് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ജാതിപത്രിയാണ്. അതുപോലെ തന്നെ നമുക്ക് കൽപ്പാസി വേണം. കൽപ്പാസി സാധാരണ നമ്മുടെ തമിഴ്നാട് സ്റ്റോഴ്സിലൊക്കെ കിട്ടും, അല്ലെങ്കിൽ ഡേറ്റ്സും നട്ട്സൊക്കെ മേടിക്കുന്ന കടയിലായാലും കിട്ടും. ഇപ്പോൾ ഈ കൽപ്പാസി ഇല്ലാതെ ഈ ബിരിയാണി തയ്യാറാക്കാൻ പറ്റത്തില്ല. കാരണം ഈ കൽപ്പാസിയാണ് ഈ ബിരിയാണിക്ക് ശരിക്കും ഒരു സ്ട്രോങ് ഫ്ലേവർ തന്നെ കൊടുക്കുന്നത്. അപ്പോൾ അതൊരു ചെറിയ അളവ് തന്നെ മതിയും. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 10 ഗ്രാമ്പു, 4 ഏലക്ക, 8 കഷ്ണം പട്ടയും വേണം. അതിൻ്റെ കൂടെ ഒരു ബേ ലീഫ് വേണം. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ചേർക്കുന്ന കശുവണ്ടിയാണ്. കശുവണ്ടി ഒരു 10 എണ്ണം വേണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലിയാണ് വേണ്ടത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജീരകമാണ് വേണ്ടത്, അതായത് ക്യുമിൻ സീഡ്സ്. ഇനി അടുത്തായിട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് വേണ്ടത്, അല്ലെങ്കിൽ ഫെനൽ സീഡ്സ് എന്നും പറയും. ഇനി അവസാനമായിട്ട് 1/2 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളകാണ് വേണ്ടത്, അതായത് പെപ്പർ. ഇനി ഇവയെല്ലാം ചേർത്ത് നമുക്കൊരു മിക്സിയിലിട്ടിട്ട് നല്ല ഫൈൻ പൗഡർ ആവുന്ന രീതിക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കുകയും വേണം. ഈ സ്പൈസ് പൗഡർ നമ്മളൊന്ന് പൊടിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു വാസന തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് തൽക്കാലം ഒന്ന് അടച്ചു വെച്ചേക്കുക. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിനുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം ചെറിയുള്ളിയാണ് തൊലി കളഞ്ഞ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതൊരു മിക്സി ജാറിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ സവാള കഴിയുന്നതും ചേർക്കാണ്ടിരിക്കുന്ന ഏറ്റവും നല്ലത്. കാരണം നമുക്ക് ആ ഒരു ഒത്തന്റിക് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചെറിയുള്ളി തന്നെ ചേർക്കുക. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ഒരു 10 to 12 വെളുത്തുള്ളി ചേർക്കുക. അതുപോലെ തന്നെ 2 ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർക്കുക. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടി ചേർക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു 5 പച്ചമുളകേ ചേർക്കുന്നുള്ളൂ. ഇതിൻ്റെ സ്പൈസ് ലെവൽ കുറച്ചും കൂടി കൂട്ടണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കുക. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഒരു കൈപ്പിടി അളവിന് പുതിന ഇലയാണ് ചേർക്കുന്നത്. പുതിന ഇലയുടെ തണ്ടൊക്കെ മാറ്റിയതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കൈപ്പിടി മല്ലിയിലയും കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നമ്മുടെ ചെറിയുള്ളിയിലൊക്കെ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ആവശ്യം തന്നെ മതിയാവും. എന്നിട്ട് ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു പാകത്തിനാണ് കിട്ടേണ്ടത്. ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കടലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് റിഫൈൻഡ് ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഉപയോഗിക്കാം. പക്ഷേ വെളിച്ചെണ്ണ ഒട്ടും തന്നെ ഉപയോഗിക്കരുത്, കാരണം ഇതിൻ്റെ ഫ്ലേവർ മൊത്തം നഷ്ടപ്പെട്ടു പോകും. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. പൊതുവേ നമ്മൾ വലിയ പാനിലൊക്കെയാണ് ഈ ബിരിയാണിക്ക് തയ്യാറാക്കി കണ്ടിട്ടുള്ളത്. പക്ഷേ ഞാനിത് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് നമ്മുടെ വീട്ടിലുള്ള കുക്കർ വെച്ച് ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഫുൾ ഗ്യാരണ്ടി റെസിപ്പിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന എണ്ണയും നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മസാല ഉണ്ടല്ലോ, അതായത് ചെറിയുള്ളിയുടെ കൂട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഈ ചെറിയുള്ളിയുടെ കൂട്ട് ഈ എണ്ണയിലും നെയ്യിലും കിടന്നിട്ട് ഇതിൻ്റെ പച്ച വാസന ഒന്ന് മാറി വഴന്ന് വരവും വേണം.
ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചവാസന ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതുപോലെ സൈഡിൽ നിന്ന് എണ്ണയൊന്ന് തെളിഞ്ഞും വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഇതിൻ്റെ അകത്തേക്ക് 1/4 ടീസ്പൂണിനേക്കാളും കുറവ് മഞ്ഞൾപ്പൊടി ചേർത്താൽ മാത്രം മതി. അതിന് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. മുളക് പൊടീൻ്റെ അളവും നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പക്ഷേ ഞാനിത് കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് എരിവ് തന്നെയായിരുന്നു. ഓവർ സ്പൈസി ആയി പോയാലും നമ്മുടെ ബിരിയാണിയുടെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ അവസാനമായിട്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സ്പൈസ് പൗഡർ ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഞാൻ ഇത്രയും നേരം ഇത് അടച്ചു വെച്ചേക്കണമായിരുന്നു. അല്ലെങ്കിൽ ഇതിൻ്റെ മണമെല്ലാം നഷ്ടപ്പെട്ട് നമ്മുടെ ബിരിയാണിയുടെ ആ ഫ്ലേവർ ഒന്ന് കുറഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ അതുപോലെ തന്നെ ചെയ്യുക. ഇനിയിപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇതിൻ്റെയും പച്ചവാസനയൊന്ന് മാറി വരുവും വേണം. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ സ്പൈസ് പൗഡർ കുറച്ച് കൂടുതലായിട്ട് തോന്നിയേക്കാം. പക്ഷേ നമ്മളിത് കുക്ക് ചെയ്ത് റൈസെല്ലാം റെഡിയായി വരുമ്പോഴേക്കും ഈ റൈസ് ഒന്ന് ആറി സെറ്റ് ആവുമല്ലോ, ആ ഒരു സമയത്ത് ഈ മസാല പൗഡറെല്ലാം ഇതിൻ്റെ കൂടെ യോജിച്ച് കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ അത് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഈ സ്പൈസ് പൗഡർ ഇട്ടതിന് ശേഷം എനിക്ക് കൂടുതലായിട്ട് കിട്ടുന്ന ഒരു സ്മെല്ല് നമ്മുടെ കൽപ്പാസിയുടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ബിരിയാണി ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുപോലെ തന്നെ ഇത് തന്നെ ആയിരിക്കാം നമ്മുടെ കേരള സ്റ്റൈൽ ബിരിയാണിന്ന് ഇത് വ്യത്യസ്തമാക്കുന്നതും. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും കൂടിയാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ അഥവാ നിങ്ങളുടെ തൈരിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഉടച്ചു കൊടുക്കുകയും വേണം. അതിനുശേഷം മാത്രം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ലോ ഫ്ലെയിമിലാട്ടോ വെച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1/2 കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ്റെ അളവിലാണ് ഈ ബിരിയാണി ചെയ്യുന്നതും. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കിയാൽ തന്നെ എന്തായാലും ഒരു 3-4 പേർക്ക് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ ഒരു ചിക്കൻ മാത്രം നല്ല വലിയ പീസിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അത് മുറിച്ചിട്ടൊന്നുമില്ല. കാരണം എനിക്ക് അവസാനം ഈ ബിരിയാണി ഒന്ന് സെർവ് ചെയ്യുമ്പോൾ ഒരു ഭംഗിക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്കതും ഒരു 2 പീസായിട്ട് മുറിച്ചെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ ചിക്കനും ഇതിൻ്റെ അകത്ത് കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ തൽക്കാലം ഒഴിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ അത്യാവശ്യം ഉപ്പും ചേർക്കുക. ഉപ്പിൻ്റെ അളവ് പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടായാലും മാറ്റം വരുത്താമല്ലോ. ഇനി ഇതിലേക്ക് ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് ഒരു 1/2 ലൈമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അതാണ് ഇതിനകത്തേക്ക് പിഴിഞ്ഞു കൊടുക്കാൻ പോകുന്നത്. ഇനി ടീസ്പൂൺ കണക്കിൽ പറയുകയാണെങ്കിൽ 1 ടീസ്പൂണും ഉണ്ടാവും. ഇനി ഇതിനാവശ്യം കുറച്ച് കുക്കിംഗ് ടൈമാണ്. നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ചിക്കൻ തന്നെയാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് വെന്ത് കിട്ടാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. എന്നാലും നമ്മളിതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു പകുതി വെന്ത് കിട്ടിയാൽ മാത്രം മതി. എന്നും പറഞ്ഞ് വെന്ത് ഉടഞ്ഞു പോകരുത്. കാരണം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇനി അവസാനമായിട്ട് റൈസും കൂടി ഇട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുക്കറിൻ്റെ വിസിൽ മാറ്റിയിട്ട് വേണം, ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചിക്കനിലെ സൂപ്പെല്ലാം ഈ ഗ്രേവിയിലോട്ട് ഇറങ്ങുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ മസാല ഈ ചിക്കനിലോട്ട് കുറച്ചെങ്കിലും പിടിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ ഒരു കൃത്യം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. വാവ്, ഇതാണ് നമ്മുടെ ചിക്കൻ്റെ കറക്റ്റായിട്ടുള്ള പാകം. അതായത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാലോ, എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കനും പാതി കുക്കായിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമുക്കൊരു 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 240 ml കപ്പിലാണ് വെള്ളം അളന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാരണ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റീൽ ഗ്ലാസ് തന്നെ വെച്ചുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ബിരിയാണിയിലേക്ക് അളന്നെടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ഞാനിപ്പോൾ അവസാനമായിട്ട് ചേർത്തിരിക്കുന്നത് പുതിനയിലയാണ്. ഇനി ഈ ഒരു സ്റ്റേജിൽ കഴുകി വാർത്ത് വെച്ചിരിക്കുന്ന അരിയും കൂടി ചേർക്കുക. അതായത് നമ്മൾ ആദ്യം സോക്ക് ചെയ്ത കൈമ റൈസിൽ അതാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മറ്റേ ജീരകശാല ഉണ്ടെങ്കിൽ അതായാലും ചേർത്താൽ മതി. അതാണ് ഈ ബിരിയാണിക്ക് ബെസ്റ്റ്. ആ ജീരകശാല ചേർത്ത് കഴിഞ്ഞാൽ അതിൽ കുറേ ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഡൈജഷനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കിട്ടിയാൽ അത് തന്നെ ചെയ്തോളൂ. അല്ലെങ്കിൽ ഇതായാലും ചെയ്താൽ മതി. ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഈ അരി ഇട്ടതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഉപ്പ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തായിട്ട് വെയിറ്റിംഗ് ടൈമാണ്. ഒരു 4 മിനിറ്റ് മാത്രം മതിയാവും. ആ ഒരു സമയം കൊണ്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ കിടന്നുകൊണ്ട് തന്നെ നമ്മുടെ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരും. അപ്പോൾ അതിൻ്റെ പാകം എങ്ങനെ കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോളൂ, നമ്മൾ ആദ്യം ഒഴിച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകയും വന്നിട്ടുണ്ട്.
ഇപ്പോൾ തന്നെ ഈ അടുക്കള മൊത്തം നമ്മുടെ ബിരിയാണിയുടെ മണം കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്. ഇനി ഇതിലേക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. കുക്കറൊന്ന് ജസ്റ്റ് അടച്ചു വെക്കുക. അതിനുശേഷം വെയിറ്റ് ഇല്ലാണ്ട് തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. വെയിറ്റ് ഉറപ്പായിട്ടും ഇട്ട് കൊടുക്കരുത്, കാരണം ഇത് വെന്ത് ഉടഞ്ഞു പോവും. ഇനി ഇവനാവശ്യമുള്ളത് കുറച്ചേറെ വെയിറ്റിംഗ് ടൈമാണ്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 10 മുതൽ 15 മിനിറ്റ് കിടക്കട്ടെ. അതിനുശേഷം ഇവനെ തൊടാതെ ഒരു മൂലയ്ക്ക് കുറച്ച് സമയം ഒന്നും അങ്ങോട്ട് മാറ്റി വെക്കുക. അത് ചെയ്ത് കഴിയുമെങ്കിൽ ഒരു 20 മിനിറ്റ് മാറ്റി വെക്കുക. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി പാകത്തിന് റെഡി ആയിട്ടുണ്ടോ. ഇനി ഇതിലേക്ക് വരേണ്ട സംശയം, ചിക്കൻ വെന്ത് കുഴഞ്ഞു പോകും. ഉറപ്പായിട്ട് ഇത് വെന്ത് കുഴഞ്ഞു പോകില്ല, കാരണം നമ്മളിത് പകുതിയെ വേവിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു പാകത്തിന് ആദ്യം ചെയ്തിരുന്നെങ്കിൽ അവസാനം വരെ അത് കറക്റ്റായിട്ട് കുഴയാതെ തന്നെ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ അടുത്തതായിട്ട് വരേണ്ട സംശയം, നമ്മുടെ ചോറ് വെന്ത് കുഴഞ്ഞു പോകുന്നതാണ്. ഉറപ്പായിട്ട് അത് വെന്ത് കുഴഞ്ഞു പോകില്ല എന്നും പറഞ്ഞ് കുക്കർ തുറന്ന ഉടനെ തന്നെ സ്പൂണിട്ട് ഒരുപാടും കൂടെ ഇളക്കരുത്. കുറച്ചൊന്ന് ചൂടാറി വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് തൽക്കാലം പതിയെ സൈഡിൽ കൂടി ഇങ്ങനെ എടുത്ത് ഇടുക. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മസാല അടിയിൽ കിടക്കുന്ന ആ ഒരു മസാലയൊക്കെ മേളിലോട്ട് വരികയും ചെയ്യും. വേറൊരു സംശയം ഇതിൽ വരേണ്ടത്, ഇത് അടിയിൽ പിടിക്കുമെന്നാണ്. ഉറപ്പായിട്ട് ഇത് അടിയിൽ പിടിക്കത്തില്ല. ആ ഒരു പേടിയേ വേണ്ട. ഇനിയിപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിവിടെ ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ, നമ്മുടെ പാകത്തിന് ബിരിയാണി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിലേക്ക് വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. നമുക്ക് നേരെ സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇനിയിപ്പോൾ ഈ ബിരിയാണിക്കൊരു സൈഡിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനു വേണ്ടി ഒരു ചള്ളാസാണ് കാണിക്കുന്നത്. നമ്മുടെ ഇതേ ചള്ളാസ് തന്നെ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ തൈർ പച്ചടി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഒരു പണിയില്ല, പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല ഫൈനായിട്ട് നമ്മുടെ സവാളയൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് വേണ്ടത് തൈരാണ്. ഇതധികം പുളിയില്ലാത്ത തൈര് 1 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് തൈര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വെള്ളം പോലെ ഇരിക്കുന്ന തൈരല്ല വേണ്ടത്, കുറച്ച് തിക്കായിട്ടുള്ള തൈര് തന്നെയാണ് വേണ്ടത്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ലേശം മല്ലിയിലയും കൂടി നന്നായിട്ട് ചോപ്പ് ചെയ്തതാണ്, അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതോടെ നമ്മുടെ ചള്ളാസും തയ്യാറായി കഴിഞ്ഞു. ഏറ്റവും സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റിയ ഒരു ചള്ളാസിൻ്റെ റെസിപ്പി തന്നെയാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ സാലഡ് ഉണ്ടാക്കിയ ഉടനെ തന്നെ സെർവ് ചെയ്യുകയും വേണം. അല്ലെങ്കിൽ പിന്നെ ഈ സവാളയിൽ നിന്ന് വെള്ളമെല്ലാം ഊറി വന്ന് ഇതാകെ വെള്ളമായിപ്പോവും. ഇനിയിപ്പോൾ ഈ സവാളയുടെ ആ ഒരു കുത്തൽ ചിലർക്കെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ ആ സവാളയിൽ നിന്ന് ഇതിലേക്ക് ചേർക്കുന്ന മുമ്പായിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട് ചേർത്താൽ മതി. അപ്പോൾ അങ്ങനെ ചേർക്കുമ്പോൾ ഈ ഒരു പ്രോബ്ലം ഉണ്ടാവത്തില്ല, അതായത് വെള്ളം ഊറി വരുന്ന ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ചള്ളാസും തയ്യാറാക്കുന്നു. ഇനിയിപ്പോൾ നമുക്കിത് ബിരിയാണിയുടെ കൂടെ സെർവ് ചെയ്യാം. സോ നമ്മുടെ ദിണ്ടുക്കൽ സ്പെഷ്യൽ തലപ്പാക്കട്ടി ബിരിയാണി തീർച്ചയായിട്ടും എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യുക. ഇത് ഫുൾ ഗ്യാരണ്ടി റെസിപ്പി തന്നെയാണ്. നല്ല രുചിയാണ്. നമ്മൾ സാധാരണ തമിഴ്നാട്ടിൽ ഒരു ഹോട്ടലിൽ കഴിക്കുന്ന അതേ രുചി തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ചിക്കൻ ഫ്രൈയും കൂടി തയ്യാറാക്കിയായിരുന്നു. അതും കൂടി വെച്ചു കൊടുത്തപ്പോഴാണ് നമ്മുടെ ബിരിയാണി ഒന്ന് പൂർത്തിയായത്. പിന്നെ ഇത് കഴിച്ചിട്ടുള്ള ഫീലിങ്സ് ഞാൻ പറയാം. അതായത് ഈ ചിക്കനൊന്നും നമ്മൾ കയ്യിൽ നിന്ന് തൊടുമ്പോൾ തന്നെ എല്ലിന്ന് പൊട്ടി വരുന്ന ആ ഒരു പാകമായിരുന്നു. അതുപോലെ തന്നെ ആ റൈസും അതിൽ പിടിച്ചിരിക്കുന്ന മസാല ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം ഈ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പീസ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ഓളും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന ഇതുപോലെയുള്ള ഒത്തൻറ്റിക് റെസിപ്പീസും നിങ്ങൾക്ക് ചേരുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു അത്യുഗ്രൻ റെസിപ്പിയുമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.